പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഫെബ്രുവരി 2 റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈശോ ജനിച്ചതിൻ്റെ ഡിസംബർ 25 മുതൽ ഇന്ന് വരെ 40-ാം ദിവസമാണ്. ഈശോയെ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും ചേർന്ന് ശിമയോൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചതിൻ്റെ ഓർമ്മയാണ്. ഇതിന് പ്രസൻറ്റേഷൻ ഓഫ് അവർ ലോഡ് എന്ന് പറയും. കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ, അതുപോലെ ഇതിന് പ്രസവാനന്തരം സ്ത്രീകളുടെ ശുദ്ധീകരണത്തിൻ്റെ ദിവസം കൂടിയാണ്. അപ്പം മാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാൾ കൂടിയാണ്, ശുദ്ധീകരണ മാതാവിൻ്റെ തിരുനാൾ. വളരെ സ്നേഹത്തോടെ ചിലയിടങ്ങളിലൊക്കെ പരിശുദ്ധ മറിയത്തെ ഇങ്ങനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാണിക്ക വെച്ചു ഈശോയെ. അതുകൊണ്ട് കാണിക്ക മാതാവ് എന്നും വിളിക്കുന്നുണ്ട്. നമുക്കിത് അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത്, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുന്ന ചില ഡേറ്റുകളിൽ ഒന്നാണ് ഫെബ്രുവരി 2. ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, പരിശുദ്ധ കാണിക്ക മാതാവേ, അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ എനിക്ക് തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളവരുണ്ട്. നമ്മളിപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം ഒക്കെ നമ്മൾ കാണുമ്പോഴും അതിങ്ങനെ സാരിയിൽ പുതഞ്ഞ് പിടിച്ചിരിക്കുന്നത് പോലെയാണ്. പക്ഷെ കാണിക്ക മാതാവ് അങ്ങനെയല്ല. കാണിക്ക മാതാവ് ഇങ്ങനെ ഇന്ന പിടിച്ചോ ഇന്ന എടുത്തോ എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ചോദിച്ചാൽ തരും. കുഞ്ഞ് ആയിട്ട് മാത്രമല്ല, സൗഖ്യമായിട്ട് തരും, സമാധാനമായിട്ട് തരും, ജ്ഞാനമായിട്ട് തരും. ജ്ഞാനമാകുന്ന ഈശോയെ എനിക്ക് തരണമേ, സൗഖ്യമായ ഈശോയെ എനിക്ക് തരണമേ, സമാധാനമായ ഈശോയെ എനിക്ക് തരണമേ, ഈ കുഞ്ഞിന് എനിക്ക് തരണമേ. അങ്ങനെ പല വിധത്തിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു ദിവസമാണ്. നമുക്ക് ഇതുകൊണ്ട് ഈ കർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ കൂദാശകളിലൂടെ നമ്മുടെ ഈ സമർപ്പണം നമുക്ക് നവീകരിക്കാം. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിലുടനീളം സമർപ്പിക്കപ്പെട്ടവരെ പോലെ നമുക്ക് ബലിയർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ,
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിലെ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്ന സർവ്വലോക രാജനേ. സർവീക സത്യനാ ദൈവമേ നാദനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീ ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്ന ദൈവത്തിൻ കുഞ്ഞാടേ, നാദനം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവണി കണ്ടാവേ കാരുണ്യത്തോടെ ഞങ്ങളിൽ, ലോകത്തിൻ പാവണി കണ്ടാവേ എങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നീവിന്റെ പ്രാർത്ഥത്തെ നിർവലം ഭാഗത്തിൽ നേടൂ, എങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിന്റെ ജോസ് പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ. അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങ് താനേ ഗണം നാദനോ, അങ്ങ് മാത്രം പരമോന്നതൻ, തൃക്കൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മാംസം ധരിച്ച് അങ്ങേ ജാതനായ ഏകപുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട പോലെ ഞങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ട മാനസങ്ങളോടെ അങ്ങേക്ക് സമർപ്പിതരാകാൻ അനുഗ്രഹമരുളണമേ.
അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടനെ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിൽ അഗ്നിയെ പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളിയിൽ ഉലയിൽ ശുദ്ധീകരിക്കുന്നതിനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദായുടെയും ജെറുസലേമിൻ്റെ ബലി പഴയ കാലത്തെ എന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? ആരാണ് മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. പ്രബലനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. പ്രബലനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. പ്രബലനായ കർത്താവ് തന്നെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രഹാത്തിൻ്റെ സന്തതിയെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശ്യനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിജാതിയർക്ക് വെളിപ്പാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ
ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സമർപ്പണ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. 1997 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇത് ഈ ഫെബ്രുവരി 2 കർത്താവിന് വേണ്ടി പ്രത്യേകം സമർപ്പണ ജീവൻ നയിക്കുന്ന സിസ്റ്റേഴ്സ്, വൈദികർ, അങ്ങനെ പ്രത്യേകമായി കോൺസെക്രേറ്റഡ് ലൈഫ് നയിക്കുന്നവരുടെ ദിനമായിട്ട് അങ്ങനെ കൊണ്ടാടാനായിട്ട് തീരുമാനിച്ചു. 2015 കത്തോലിക്ക സഭ സമർപ്പിതരുടെ വർഷം ആചരിച്ചു. നമ്മൾ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഓരോ ക്രൈസ്തവനും പ്രത്യേകിച്ച് കൂദാശകളിലൂടെ, മാമോദീസയിലൂടെ, കുമ്പസാരം, കുർബാന, സ്ഥൈര്യലേപനം, വിവാഹം, ഇപ്പം വേർതിരിച്ച് മാറ്റി നിർത്തപ്പെട്ടവരാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ദിവസം തന്നെയാണ്. നമ്മൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. കോൺസെക്രേഷൻ എന്ന വാക്ക് അത് രണ്ടായിട്ടത് തിരിക്കാൻ പറ്റും. സക്രാര്, കോൺസക്രാര്. എൻ്റെ അർത്ഥം അത് ഒരുമിച്ച് ചേർത്ത് ഒരുമിച്ച് വിശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുക്കുക എന്നൊക്കെയാണ്. അപ്പോൾ സാച്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം അത് സേക്രട്ട് എന്നാണ്. സേക്രട്ട്. അപ്പോൾ അതിൽ നിന്നാണ് അത് കോൺസെക്രേഷൻ. സക്രാരി എന്നൊക്കെ പറയുന്നത് ഇല്ലേ, സക്രാരി ആ വാക്കിൽ നിന്നാണ്. കോൺസെക്രേറ്റഡ് പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധമായ എന്തിനോ വേണ്ടിയിട്ടും മാറ്റി നിർത്തപ്പെട്ടവരാണ് നമ്മൾ അല്ലേ. എന്തിനോ വേണ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി, വിശുദ്ധമായ
ദൈവവിളിക്ക് വേണ്ടി, വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി, വിശുദ്ധമായ കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടി, അങ്ങനെ പല വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ്. അത് ചിന്തിക്കുകയും സമർപ്പണം നമ്മൾ നവീകരിക്കുകയും ചെയ്യണം. നമ്മൾ ഇന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ യഥാർത്ഥത്തിൽ സമർപ്പണം ഞാൻ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ പുറമേയുള്ള ഒരു രീതികൾ മാത്രമേ ഉള്ളൂ? ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് സമർപ്പണമുണ്ടോ? മാതാവ് യോസേപ്പ് പിതാവ് മാതാവിൻ്റെ ശുദ്ധീകരണ മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ, കാണിക്ക മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ മാതാവ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് മാതാവിന് കിട്ടിയത് കൊടുക്കാൻ തയ്യാറായി. കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കിട്ടിയത് കൊടുക്കാൻ തയ്യാറാകുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് കിട്ടിയ ലൈഫ്, നമുക്ക് കിട്ടിയ വിശ്വാസ ജീവിതം, ഇത് കർത്താവിന് തന്നെ കൊടുക്കുക. കുഞ്ഞുങ്ങളെ ആശീർവദിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ, കൂദാശകളൊക്കെ സ്വീകരിപ്പിച്ച് അങ്ങനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ, ദൈവം തന്ന കുഞ്ഞിനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്തി തിരികെ കൊടുക്കുക. അതാണ് മാതാപിതാക്കളുടെ കടമ. ദൈവം തന്ന കുഞ്ഞിനെ അതുപോലെ തന്നെ വളർത്തി നന്നായിട്ട് കൊടുക്കുക. വിശുദ്ധമായ ജീവിതം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത് സമർപ്പിച്ചിട്ട്, നമ്മളിപ്പോൾ സമർപ്പണ ജീവിതം എടുത്താലും, നമ്മുടെ വിവാഹ ജീവിതം, കുടുംബജീവിതം അതൊക്കെ എടുത്താലും, ഞാൻ ഈ ജീവിത പങ്കാളിയോടൊരുമിച്ച് അവസാനം വരെ ജീവിക്കാമെന്ന് പറഞ്ഞ് സമർപ്പണം കൊടുത്തിട്ട് പിന്നെ വിവാഹേതര ബന്ധം പുലർത്തുന്നയാളാണെങ്കിൽ കൊടുത്തിട്ട് കട്ടെടുക്കുന്ന പോലെ ആയിപ്പോയി. കൊടുത്തിട്ട് കട്ടെടുക്കുന്നോ? അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലേ പിന്നെ എടുത്തോണ്ട് ഓടുന്നത് എന്തിനാ? എടുത്തോണ്ട് ഓടുന്ന പോലെയാ. ആരും കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് ഓടുന്ന പോലെയാ പലരുടെ. ആരും കാണാതെ അല്ല. അപ്പം കൊടുത്തിട്ട് എന്തിനാ എടുക്കുന്നത്? ഇപ്പം കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയും ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ. വിശുദ്ധമായ ജീവിതം ഉണ്ടെങ്കിലേ വിശുദ്ധമായ ജീവിതം കർത്താവിന് സമർപ്പിക്കാൻ പറ്റൂ. വിശുദ്ധമായ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള പദവികളൊക്കെ തന്നിട്ട്, കൂദാശകൾ അത് പദവികളാണല്ലോ, അത് തന്നിട്ട് വിശുദ്ധമായ ജീവിതം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പിന്നെയും കൊടുക്കും? ആകെ നാണക്കേടിൻ്റെ, ആകെ മുഷിഞ്ഞ മനസ്സുമായിട്ട് വൃത്തികെട്ട പാപവും ചെയ്തിട്ട് നടക്കുന്ന ജീവിതമാണെങ്കിൽ എങ്ങനെ കൊടുക്കും? തിരിച്ച് കൊടുക്കണ്ടേ? തന്നത് കൊടുക്കണ്ടേ? മാതാവിന് കിട്ടിയത് കൊടുത്തത് കണ്ടോ? കൊടുക്കണ്ടേ? അതാണ് നമ്മൾ അങ്ങനെയൊക്കെ ധ്യാനിക്കണം. ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കുർബാനയുടെ പ്രാരംഭത്തിൽ ഞാനിങ്ങനെ കൈയൊക്കെ കൊണ്ട് കാണിക്കുക. 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, കുർബാന തുടങ്ങിക്കഴിഞ്ഞിട്ട് ഗാന ശുശ്രൂഷയ്ക്ക് ഒരാൾ കയറി വരുന്നു. ഇടവകയിൽ അങ്ങനെയാണോ? കുർബാനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഓടി വന്ന് കയറുന്ന ഒരു ശുശ്രൂഷയാണോ വായന ശുശ്രൂഷ അല്ലെങ്കിൽ പാട്ട് ശുശ്രൂഷ? അപ്പോൾ പിന്നെ അടുത്ത കാര്യം, സ്കാഫ് ധരിച്ചിട്ടില്ല. പ്രത്യേക ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വേണം. ഇല്ല, സാധാരണ മനുഷ്യരെ പോലെ അല്ല നമ്മൾ കൂദാശകൾ തന്ന് പ്രത്യേകം ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. ഇല്ല, വായന ശുശ്രൂഷ ചെയ്തവരെ നിങ്ങൾ കണ്ടില്ലേ? കപ്പയാരി സഹോദരൻ, അദ്ദേഹം ആ വസ്ത്രമൊക്കെ ഇടിപ്പിച്ചാണ് ഇങ്ങോട്ട് വിടുന്നത്. അതിന് തൊട്ടുമുമ്പ് വരെ അവർക്കറിയില്ല ഞങ്ങൾ ഇതൊക്കെ ഇട്ടാണ് കയറാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. അതൊക്കെ ഇടിപ്പിച്ചാണ് ഇങ്ങോട്ട് വിട്ടത്. ഇത് വിശുദ്ധമായ എന്തോ ഒന്നാ. അപ്പോൾ ആദ്യ കുർബാന കഴിഞ്ഞ് കുമ്പസാരമൊക്കെ കഴിഞ്ഞ മക്കള് സ്കാഫ് ധരിക്കാതെ ഇപ്പൊ പള്ളി വരുന്നത് സമർപ്പണം. ഇത് കൊടുക്കാം, ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം, എൻ്റെ ഈശോയെ ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ. ഞാൻ കാണുകയാണ് മുതിർന്ന സഹോദരിമാര് സ്കാഫൊക്കെ ധരിക്കാതെ. പരിശുദ്ധ അമ്മയെ എന്തൊരു ഇഷ്ടമാണ് എല്ലാവർക്കും. ഇത്രയും കഷ്ടപ്പാടുള്ള യാത്രയൊക്കെ സഹിച്ച് ഇവിടെ വന്നിരിക്കുന്ന, പക്ഷെ പരിശുദ്ധ അമ്മയെ എപ്പോഴെങ്കിലും ശിരസ് മൂടാതെ കണ്ടിട്ടുണ്ടോ? ഈശോയെ അനുഗമിച്ചതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ മറിയം എങ്ങനെയാണ് ഈശോയെ അനുഗമിച്ചത് എന്ന് നമ്മൾ അനുകരിക്കണം. മാത്രമല്ല ബൈബിളിൽ അത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:10 ദൂതന്മാരെ ആദരിച്ച വിധേയത്വത്തിൻ്റെ പ്രതീകമായി സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പുരുഷന്മാർ തൊപ്പി പോലും വെക്കാൻ പാടില്ല, ക്യാപ്പ് പോലും വെക്കാൻ പാടില്ല, തല മൂടരുത് എന്നും 1 കൊരിന്ത്യർ 11:7.
ഇനി ഷോർട്സ് ധരിച്ച് പള്ളി വരാമോ? ഷോർട്സ് കല്യാണത്തിൻ്റെ അന്ന് ഷോർട്സ് ധരിച്ചാണോ പള്ളി പോയത് മണവാളനും മണവാട്ടിയും? ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അന്ന് ഷോർട്സ് ധരിച്ചാണോ പള്ളി പോയത്? സ്ഥൈര്യലേപനത്തിൻ്റെ അന്ന് ഷോർട്സ് ധരിച്ചാണോ പള്ളി പോയത്? അപ്പോൾ അത് ഒന്നാം തരം കാര്യവും ഇപ്പോൾ ഉള്ള കുർബാനയും ഇപ്പോൾ ഉള്ള കുമ്പസാരവും എന്താ ഏഴാംകിട കാര്യമാണോ? ഇതും കൂദാശയല്ലേ? അത് തന്നെയല്ലേ? അപ്പൊ പിന്നെ എവിടെ സമർപ്പണം? എവിടെ പോയി സമർപ്പണം? എവിടെ പോയി? ഒരു കുഞ്ഞു കാര്യം പോലും. അപ്പം സ്കാഫിൻ്റെ കാര്യം വന്നു. പിന്നെ വേറൊരാൾ അവിടെ ചെന്നിട്ട് ബാൽക്കണി ചെന്നിട്ട് നന്നായിട്ട് വീക്ഷിക്കുകയാണ്. അപ്പം അത് ബുദ്ധിയാണ്, കൊള്ളാം. ഒന്ന് പോയി ബാൽക്കണി പോയിട്ടൊന്ന് കാണുകയൊക്കെ ചെയ്യുക. കുർബാന സമയത്താണെന്ന് ഓർക്കണം. കുർബാന സമയത്ത് പോയിട്ട് കാഴ്ച കാണുന്നു. മാത്രമല്ല അത് കാണുന്ന കൊള്ളാലോ, എനിക്കൊന്ന് പോയി നോക്കിയാൽ അവിടെ പോയിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം, നല്ല വീഡിയോ ഒക്കെ പിടിക്കാം, നല്ല വ്യൂ അല്ലേ, എല്ലാം മൊത്തത്തിലങ്ങ് കിട്ടും. അപ്പോൾ അങ്ങനെ കുർബാന സമയത്ത് പോയി അത് അങ്ങനെ ചെയ്യുന്നത് അത് സമർപ്പണമാണോ? കുർബാന എന്നത് കാൽവരിയിൽ ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ അനുസ്മരണമാണെങ്കിൽ അത് നമ്മൾ നന്ന് വൃത്തിയായിട്ട് അത് ചെയ്യണ്ടേ? ഈശോയുടെ കുരിശ് മരണത്തിന് അനുസ്മരണം. പരിശുദ്ധ മറിയം കുരിശിൻ ചുവട്ടിൽ ഇങ്ങനെ ഭയഭക്തി ആദരവോടെ നിന്നു. ഭയഭക്തി ആദരവോടെ പരിശുദ്ധ മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു, ശിരസൊക്കെ മറച്ച് അങ്ങനെ നല്ല ഭയഭക്തി ആദരവോടെ നിന്നു. ആ നിൽപ്പാണ് കുർബാന അർപ്പണം. ആ നിൽപ്പാണ് കുമ്പസാരത്തിലുള്ള മുട്ടുകുത്തൽ. മറിയം ഭയഭക്തി ആദരവോടെ ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി. അതാണ് നാവിൽ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന. അപ്പം മറിയം എങ്ങനെയാണ് അത് ചെയ്തത്? അതുപോലെ ചെയ്യണ്ടേ? ഈശോയെ അനുഗമിച്ച ബെസ്റ്റ് ആള്, ഏറ്റവും ആദ്യം ബെസ്റ്റായിട്ട് ഈശോയെ അനുഗമിച്ചത് അത് മറിയമാണെങ്കിൽ, മറിയത്തെ ഇഷ്ടമാണെങ്കിൽ, മറിയത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ മറിയത്തെ ഒരു കുഞ്ഞു കാര്യത്തിലെങ്കിലും നമ്മൾ അനുകരിക്കണ്ടേ? മറിയത്തിനെ അനുകരിക്കാൻ നമുക്കിതാ ഇന്നത്തെ സുവിശേഷത്തിൽ തുടക്കം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മോശയുടെ നിയമമനുസരിച്ച് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. മോശയുടെ നിയമമനുസരിച്ച് നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമല്ലേ, കീപ് ദ റൂൾസ്, റൂൾസ് വിൽ കീപ് യു. നിയമം പാലിക്കുക, നിയമം നിങ്ങളെ രക്ഷിക്കും. ഇല്ല, മദ്യപിക്കരുത്, ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്ന നിയമം സ്റ്റേറ്റിൻ്റെ നിയമമാണ്, രാഷ്ട്രത്തിൻ്റെ നിയമമാണ്. ഇല്ലേ, എല്ലാ ഫിലിമുകളിലും അത് മസ്റ്റാണ്, അങ്ങനെ എഴുതി കാണിക്കണം. അത് നിയമമാണ്. ആ നിയമം നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളത് പാലിക്കുന്നെങ്കിൽ നമുക്ക് ലിവർ സിറോസിസ് വരില്ലല്ലോ, നമുക്ക് കിഡ്നി ഫെയിലർ ആകില്ലല്ലോ, നമുക്ക് സ്ട്രോക്ക് വരില്ലല്ലോ. അപ്പൊ നിയമം പാലിക്കണം. കീപ് ദ റൂൾസ്, റൂൾസ് വിൽ കീപ് യു. നിയമം ഒന്നും പാലിക്കാൻ പറ്റിയല്ല. കത്തോലിക്ക സഭയിൽ നിയമം പാലിക്കാമെന്ന് പറഞ്ഞിട്ട് കയറി പ്രവേശിച്ചിട്ട് ഇല്ല, കബളിപ്പിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ. ആദ്യ കുർബാന, അച്ഛാ എനിക്ക് ആദ്യ കുർബാന വേണം, അച്ഛാ എനിക്ക് കുമ്പസാരം നടത്തി തരണം, അച്ഛാ എനിക്ക് സ്ഥൈര്യലേപനം വേണം, അച്ഛാ എനിക്ക് കല്യാണപ്രായമായി കല്യാണം നടത്തി തരൂ, ഇത് പറഞ്ഞ് അപ്പം അവർ ബോധ്യപ്പെട്ട ചീട്ടൊക്കെ തന്ന് എല്ലാം കൃത്യമായി നടത്തിയപ്പോൾ പിന്നെ ഇതൊക്കെ പോയത് എന്തുകൊണ്ട്? അപ്പം കബളിപ്പിച്ചതാണോ? ആ സമർപ്പണം കബളിപ്പിക്കലായിരുന്നോ? അതാണ് നമ്മൾ സത്യമായ സമർപ്പണം. സമർപ്പണം ഇല്ലേ, സമർപ്പണം. ഇംഗ്ലീഷ് ഒന്ന് ചിന്തിച്ച്, SOME, സം എന്ന് പറഞ്ഞാൽ കുറച്ച്. സമർപ്പണം കുറച്ചർപ്പണമാണോ? അതാണ് മറിയം. അപ്പം മറിയത്തെ കണ്ടുപിടിക്കാനായിട്ടും ലൂക്ക 2:22 മോശയുടെ നിയമമനുസരിച്ച് അവർ അതങ്ങനെ ചെയ്തു. ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി ലൂക്ക 2:24 ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കണമെന്ന് കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച്. ഇനി ലൂക്ക 2:27 പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവർ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി. ഇനി ലൂക്ക 2:39 കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം. അപ്പം മറിയത്തെ ഇങ്ങനെ കർത്താവിന് സമർപ്പണത്തിൽ നിലനിർത്തിച്ച അല്ലെങ്കിൽ അങ്ങനെ തുടരാൻ സഹായിച്ചൊരു കാര്യം നിയമം പാലിക്കുക. വൈദികരൊന്നും ചിലപ്പോൾ അധികാരപ്പെട്ടവരൊന്നും പറയുന്നില്ല ഇത്. സ്കാഫ് ധരിക്കണം, ഷോർട്സ് ധരിച്ച് പള്ളി വരരുത്, നല്ലപോലെ ഭക്തിയോടെ പങ്കുചേരണം, അങ്ങനെ കുമ്പസാരിക്കാൻ നിയമമുണ്ട്, കുർബാന സ്വീകരണത്തിന് നിയമമുണ്ട്.
ഇല്ല 1 മണിക്കൂറെങ്കിലും ഉപവസിച്ചിരിക്കണം, വേണ്ടത്ര ഭക്തി ഒരുക്കം വേണം, പ്രസാദ വ്യവസ്ഥയിലായിരിക്കണം. ഇങ്ങനെ നിയമമുണ്ട്, ഓരോ കാര്യത്തിനും നിയമമുണ്ട്. അപ്പോൾ പേടിയാ, ആളുകളെ പേടിയാ. പറഞ്ഞ എന്തെങ്കിലും കുറ്റം ചാർത്തി ഇങ്ങോട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ട് അച്ഛന്മാരാരും ഒന്നും പറയുന്നില്ല. അങ്ങനെ ചെയ്യല്ലേ മക്കളെ, ഇങ്ങനെ ചെയ്യും മക്കളെ എന്ന് പറയുന്നില്ല. പറയാത്തത് കൊണ്ട് അന്തവഴി ഇന്തവഴി പോവുകയാണ്. 10-60 വർഷം മുമ്പ് അങ്ങനെ ബോംബെയിലൊക്കെ ഇങ്ങനെയൊക്കെ നല്ലപോലെ വന്നിരുന്ന മക്കള് ഇപ്പോൾ സ്കാഫൊന്നും ധരിക്കുന്നില്ല. നിങ്ങൾ കാണുന്ന കാര്യമല്ലേ. അപ്പം അവർ പറയാണ്, അപ്പോൾ ഇത് കത്തോലിക്ക സഭ മിണ്ടാതിരുന്നത് കൊണ്ടാ. ഇത് ജനങ്ങൾ കൊണ്ടുവന്ന മാറ്റമാണ്. ട്രൗസർ ജനങ്ങൾ കൊണ്ടുവന്ന മാറ്റമാണ്. സ്കാഫില്ലാതെ വരുന്നത് ജനങ്ങൾ കൊണ്ടുവന്ന മാറ്റമാണ്. സഭ മാറ്റം വരുത്തിയിട്ടില്ല, സഭയ്ക്ക് മാറ്റം വന്നിട്ടില്ല, സഭയുടെ നിയമങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. ഇത് ജനങ്ങൾ സൗകര്യപൂർവം അങ്ങനെ മാറ്റിയെടുത്തതാ. അമ്മ പറയുമ്പോൾ പിന്നെ സ്കാഫില്ലാതെ പോയാൽ എന്താ, ഈശോ അതൊക്കെ ക്ഷമിക്കും. ഈശോയുടെ അപ്പനും അമ്മയും നിയമം പാലിച്ചത് കണ്ടോ. ഈശോയുടെ അപ്പനും അമ്മയും നിയമം പാലിച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതിൽ ഭാരപ്പെടാതെ ചെയ്യണം, ഭാരപ്പെടാതെ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ധൂർത്തപുത്രൻ അവൻ ഭാരപ്പെട്ട് അപ്പൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, സ്വത്തൊക്കെ മേടിച്ചിട്ടങ്ങ് പോയി. പിന്നെ അവൻ പട്ടിണി കിടന്ന് പരിവട്ടമായപ്പോൾ അവൻ തിരിച്ചു വന്നത് നമ്മൾ വിചാരിക്കും നിക്കക്കളിയില്ലാതെ വന്നതാണെന്ന്. നിക്കക്കളിയില്ലാതെ വന്നതായിരിക്കാം, പക്ഷേ നിക്കക്കളിയില്ലാതെ വന്നപ്പോഴും അവന് മനസ്സിലായി, ഇനി എൻ്റെ അപ്പനാണ് എൻ്റെ സ്വത്തെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഭാരപ്പെട്ടല്ല പിന്നെ അപ്പൻ്റെ കൂടെ നിന്നത്, അവൻ സ്നേഹത്തോടെ നിന്നതാ. അപ്പൊ സ്കാഫൊക്കെ ധരിച്ചു വരുന്നത് ഭാരമായിട്ട് കരുതിയാൽ, പള്ളി വരുന്നത് ഭാരമായിട്ട് കരുതിയാൽ, കുമ്പസാരിക്കുന്നത് ഭാരമായിട്ട് കരുതിയാൽ പിന്നെ നിന്റെ സമർപ്പണം. അതുകൊണ്ട് ഒരു ധ്യാനം കൂടുമ്പോൾ പെട്ടെന്ന് കാണിക്കുന്ന ആവേശമല്ല സമർപ്പണം, അത് കൂടെ നിൽക്കലാണ്. ഒരു തിരി പോലെ കൂടെ കത്തി നിൽക്കുക. ചവറിട്ട് കൂട്ടി കത്തിക്കുന്ന ആളിക്കത്തുന്നത് പോലെ കത്തുന്നതല്ല സമർപ്പണം. അതൊരു കാറ്റ് വന്നാൽ കെട്ടും പോകും, കാറ്റത്ത് ചാരം പോലും പറന്നു പോകും. തിരി പോലെ കത്തി നിൽക്കണം, തിരി പോലെ കത്തി നിൽക്കുന്നതാണ് സമർപ്പണം അവസാനം വരെ. മാതാവൊക്കെ മിണ്ടിയത് കേട്ടിട്ടുണ്ടോ? കുരിശിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ കൂടെ നടക്കലാണ് കത്തോലിക്ക വിശ്വാസ സമർപ്പണ ജീവിതം. അങ്ങനെ കൂടെ നിൽക്കുക, ഭാരപ്പെടാതെ, നല്ല മനസ്സോടുകൂടെ, നല്ല സ്നേഹത്തോടുകൂടെ, നിയമങ്ങളൊക്കെ പാലിച്ച്, ചിട്ടവട്ടങ്ങളൊക്കെ നോക്കി, സഭയുടെ കൽപ്പനകൾ പാലിച്ച് അങ്ങനെ കൂടെ നിൽക്കലാണ് സമർപ്പണം. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ അതിനായി വരമേകണേ അതിനീശോ നീ വരണേ അതിനായി വരമേകണേ അതിനീശോ നീ വരണേ. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അമ്മ ഇങ്ങനെ നിയമങ്ങളൊക്കെ പാലിച്ചത്? അമ്മയ്ക്ക് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടല്ലേ, ദൈവത്തോട്, ദൈവമേൽപ്പിച്ച ദൗത്യത്തോട് അത് വിലയുള്ളതായി കണ്ടതുകൊണ്ടല്ല അമ്മ നിയമം പാലിച്ചത്. അമ്മേ ഈശോയെയും സഭയെയും സഭയിലെ നിയമങ്ങളെയും വിലയുള്ളതായി കാണാനും അങ്ങനെ അത് സ്നേഹത്തോടെ തന്നെ അനുസരിക്കാനും ഞങ്ങൾക്കും കൃപ നൽകണമേ. ആമേൻ.
അർപ്പിച്ചന കൈകളിൽ നാദ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങജാതനായ ഏകപുത്രൻ കളങ്കമറ്റ കുഞ്ഞാടായി ലോകത്തിന്റെ ജീവന് വേണ്ടി അങ്ങേക്ക് സമർപ്പിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ആഹ്ലാദത്തിലാറാടുന്ന സഭയുടെ ബലിയർപ്പണം അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങയോടുകൂടെ നിത്യനായ അങ്ങേ പുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. അവിടുന്ന് ഇസ്രായേലിന്റെ മഹത്വവും ജനതകളുടെ പ്രകാശവുമായി ആത്മാവാൽ വെളിപ്പെടുത്തപ്പെട്ടു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളോ നിറഞ്ഞുമതും വീണ്ടലമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റ
ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശിമയോന്റെ പ്രതീക്ഷ സഫലമാക്കി അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി അങ്ങേ കൃപ ഞങ്ങളെ പൂർത്തീകരിക്കണമേ. അങ്ങനെ ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുന്നതുവരെ മരണം കാണുകയില്ലെന്ന ഭാഗ്യം ലഭിച്ച ശിമയോനെ പോലെ ഞങ്ങളും കർത്താവിനെ എതിരേൽക്കുവാൻ വന്നണഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള
അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ചാശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വരുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.